ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. നേമത്ത് LDF ജയിക്കും. വികസനവും രാഷ്ട്രീയവും ചർച്ച ചെയ്യുവാൻ UDFനും BJPക്കും ഭയം. വി ശിവൻകുട്ടി. തിരുവനന്തപുരം ജില്ലയിലെ നേമം മണ്ഡലത്തിൽ ജയിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി. മണ്ഡലത്തിലെ വികസനം ജനം ഏറ്റെടുത്തു. ജനങ്ങളുടെ ഇടയിൽ ഭരണവിരുദ്ധ വികാരമില്ല. തീരുമാനമെടുത്താൽ നടപ്പിലാക്കുന്ന സർക്കാരാണെന്ന് ജനം മനസ്സിലാക്കിയെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. സാധാരണക്കാർക്ക് സമീപിക്കുവാൻ കഴിയുന്ന സർക്കാരാണ് ഇടതുപക്ഷമെന്നും ജനം തിരിച്ചറിഞ്ഞു. ഇക്കാരണങ്ങളാൽ നേമത്തെ ഇടതുമുന്നണി വിജയിക്കും. വികസനവും രാഷ്ട്രീയവും ചർച്ച ചെയ്യുവാൻ UDFനും BJPക്കും ഭയമായിരുന്നുവെന്നും UDFനെ ജനങ്ങൾക്ക് വിശ്വാസമില്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. പുതിയ ഹൈവേ നിയമങ്ങൾ പ്രാബല്യത്തിൽ. ഫാസ്ടാഗ് ഇല്ലാത്തവർക്ക് ഇന്നു മുതൽ UPI പേയ്മെന്റ്. പുതിയ ഹൈവേ നിയമങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. പുതിയ നിയമപ്രകാരം ഫാസ്ടാഗ് ഇല്ലാത്തവർക്ക് ഇന്നു മുതൽ UPI വഴി മാത്രമേ ടോൾ പ്ലാസകളിൽ പണം അടയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. തിരക്കുകൾ ഒഴിവാക്കുന്നതിനും യാത്ര സുഗമമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് നീക്കം. ടോൾ അടയ്ക്കുവാനുള്ള പ്രധാന മാർഗം വാലിഡായ ഫാസ്ടാഗ് ആണ്. അതില്ലെങ്കിൽ UPI വഴി പണമടയ്ക്കാം. അങ്ങനെ വന്നാൽ അടയ്ക്കേണ്ട ടോൾ ഫീയുടെ 1.25 മടങ്ങ് അടച്ചാലേ ഗേറ്റ് തുറക്കൂ. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ചയാളുടെ കാർ കത്തിച്ചു. വീടിന് നേരെയും ആക്രമണം. കണ്ണൂർ പയ്യന്നൂരിൽ UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്നയാളുടെ കാർ കത്തിച്ചു. വീടിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന കാറാണ് അഗ്നിക്കിരയാക്കിയത്. വീടിന് നേരെയും ആക്രമണമുണ്ടായി. ടി പുരുഷോത്തമന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വീടിന്റെ ഗ്ലാസ് ജനലുകൾ എറിഞ്ഞുടച്ചു. അർദ്ധരാത്രിയോടെയാണ് ആക്രമണമുണ്ടായത്. ആർട്ടിമിസ് 2 ദൌത്യസംഘം നാളെ ഭൂമിയിൽ മടങ്ങിയെത്തും. പസഫിക് സമുദ്രത്തിൽ സ്പാഷ് ഡൌൺ ചെയ്യും. ആർട്ടിമിസ് 2 ദൌത്യസംഘം നാളെ രാവിലെ 5:37 ഭൂമിയിൽ മടങ്ങിയെത്തും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5:37 സാന്റിയാഗോ തീരത്തിനടുത്ത് പസഫിക് സമുദ്രത്തിൽ ഒറൈൻ പേടകം സ്പാഷ് ഡൌൺ ചെയ്യും. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള മനുഷ്യന്റെ ഭാവി യാത്രകൾക്കുള്ള ഒരു ചവിട്ടുപടിയായാണ് ആർട്ടിമിസ് 2 പദ്ധതിയെ ശാസ്ത്രലോകം കാണുന്നത്. ബൂത്തിനുള്ളിൽ വോട്ട് ചോദിച്ച ജി സുധാകരൻ. ആലപ്പുഴയിൽ CPIM പ്രവർത്തകരുമായി തർക്കം. അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജി സുധാകരനും CPIM പ്രവർത്തകരും തമ്മിൽ തർക്കം. ആലപ്പുഴ ലജ്നത്ത് സ്കൂളിലെ ബൂത്തിലാണ് തർക്കമുണ്ടായത്. ബൂത്തിനുള്ളിൽ വോട്ട് ചോദിച്ചത് CPIM പ്രവർത്തകർ ചോദ്യം ചെയ്തതാണ് തർക്കത്തിനിടയാക്കിയത്. സുധാകരനൊപ്പം കോൺഗ്രസിൽ നിന്നും കൂടുതൽ ആളുകൾ ബൂത്ത് സന്ദർശനത്തിനുണ്ടായിരുന്നു. ഇവർ വോട്ട് തേടുന്നുവെന്നാരോപിച്ചായിരുന്നു CPIM പ്രവർത്തകരുടെ പ്രതിഷേധം. എന്നാൽ ഇതിനെതിരെ ജി സുധാകരൻ പ്രകോപനപരമായി പെരുമാറുകയായിരുന്നുവെന്ന് CPIM പ്രവർത്തകർ ആരോപിച്ചു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. SIRനും കനത്ത ചൂടിനും തളർത്താനാകാതെ കേരളം വിധിയെഴുതി. 78.27% പോളിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് റെക്കോർഡ് പോളിംഗ്. അവസാന കണക്ക് പുറത്തുവരുമ്പോൾ 78.27% പേരാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയത്. വാശിയേറിയ മത്സരങ്ങൾ നടന്ന കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ പോളിംഗ് 80% കടന്നു. അന്തിമ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈകാതെ പുറത്തുവിടും. ഒരു വീട്ടിൽ ഓടിക്കയറുന്നതുവരെ എന്നെ അടിച്ചു. കോഴിക്കോട് കള്ളവോട്ട് തടയാൻ ശ്രമിച്ച UDF ബൂത്ത് ഏജന്റിന് മർദ്ദനം. കോഴിക്കോട് വാണിമേലിൽ UDF ബൂത്ത് ഏജന്റിന് മർദ്ദനം. UDF ബൂത്ത് ഏജന്റ് കിഴക്കയിൽ ജിജിന സുരേഷിനാണ് മർദ്ദനമേറ്റത്. കള്ളവോട്ട് നീക്കം തടയുവാൻ ശ്രമിച്ചതാണ് അക്രമത്തിന് കാരണം. ബൂത്തിലെ എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞ് പുറത്തിറങ്ങുവാൻ നിൽക്കുന്ന സമയത്താണ് ഒരു സ്ത്രീ എത്തുന്നത്. അത്രയും സമയം അവർ പുറത്തു തന്നെ ഇരിക്കുകയായിരുന്നു. അവരുടെ കൈവശമുണ്ടായിരുന്ന വടി ഉപയോഗിച്ച് തലക്കടിച്ചു. പിന്നീട് കൂട്ടമായി വന്ന് ആളുകൾ മർദ്ദിച്ചു. ഏതോ ഒരു വീട്ടിൽ ഓടിക്കയറുന്നതുവരെ എന്നെ അടിച്ചു, ജിജിന പ്രതികരിച്ചു. വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. നെടുമ്പറമ്പ് LP സ്കൂളിലായിരുന്നു സംഭവം നടന്നത്. പരിക്കേറ്റ ജിജിനയെ നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജിജിനയെ മർദ്ദിച്ചവർക്കെതിരെ കേസെടുക്കണം എന്നാണ് ആവശ്യം. പോലീസ് ഇവർക്കായി അന്വേഷണം ആരംഭിച്ചു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി ജിജിന മത്സരിച്ചിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.